നമസ്കാരം, നാട്ടിൻപുറത്തേക്ക് സ്വാഗതം. തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന പരുന്ത്, 10 അടി നീളമുള്ള ദിനോസർ. ഇടുക്കി മുനിയറ സ്വദേശിയായ രാജേഷിന്റെ വീട്ടിലെ അത്ഭുത കാഴ്ചകളാണിവയെല്ലാം. കൃഷിയിലെ ഇടവേളകളിലാണ് രാജേഷ് അതിമനോഹരമായ ഇത്തരം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത്. ഈർക്കിലാണ് രാജേഷിന്റെ പ്രധാന അസംസ്കൃത വസ്തു. കൃത്യമായ അളവിൽ ചീകിമിനുക്കിയ ഈർക്കിലുകൾ ഉപയോഗിച്ച് മാസങ്ങളെടുത്താണ് രാജേഷ് ഓരോ ശില്പവും ഒരുക്കുന്നത്. 5 അടി നീളവും 3 അടി ഉയരവുമുള്ള കപ്പലിന്റെ മാതൃകയാണ് ഏറ്റവും പുതിയ ശില്പം. 2 പതിറ്റാണ്ടുകളിലധികമായി ഈർക്കിൽ ശില്പ നിർമ്മാണ രംഗത്ത് സജീവമാണ് രാജേഷ്. ഇതൊരു 10-20 വർഷമായി ഞാൻ ഇത് ആരംഭിച്ചിട്ട്. തുടക്കം എന്ന് പറയുന്നത് ഈ ഫെസ്റ്റുകൾക്കൊക്കെ പോയി കണ്ട് അങ്ങനെ ഒരു ഇതിൽ തുടങ്ങിയതായിരുന്നു. ഇത് ഒരു കൗതുകം തോന്നി ചെയ്യാൻ തുടങ്ങിയതാണ്. ആദ്യം ചിരട്ടയിലൊക്കെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഈർക്കിലിയിലേക്ക് തിരികെയായത്. 10 അടി നീളവും 5 അടി ഉയരവുമുള്ള ദിനോസർ, ഏറുമാടം, ബസ്, ക്ഷേത്രം തുടങ്ങി നിരവധി നിർമ്മിതികൾ രാജേഷ് ഒരുക്കിയിട്ടുണ്ട്. ദിനോസറിന്റെ ശില്പം ഒരുക്കാൻ 7 മാസമെടുത്തു. വീടിനകത്തും പുറത്തുമായി കൗതുക കാഴ്ച പകർന്ന നിരവധി ശില്പങ്ങളാണുള്ളത്. കൃഷിയിടത്തിലെ ജോലിക്കിടെ ലഭിക്കുന്ന ഒഴിവു സമയത്താണ് രാജേഷ് ശില്പങ്ങൾ ഒരുക്കുന്നത്. ആദ്യകാലങ്ങളിൽ ആവശ്യമായ ഈർക്കിലുകൾ പുരയിടത്തിലെ തെങ്ങുകളിൽ നിന്നും ലഭിച്ചിരുന്നു. എന്നാൽ രോഗബാധ മൂലം തെങ്ങ് കൃഷി നശിച്ചതോടെ ഈർക്കിൽ വിലയ്ക്ക് വാങ്ങിയാണ് നിലവിൽ കൗതുക വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. ചിരട്ടയിലും തടിയിലുമൊക്കെ രാജേഷ് ശില്പങ്ങൾ ഒരുക്കാറുണ്ട്. ഈർക്കിലുപയോഗിച്ച് 10 അടി നീളമുള്ള മുതലയുടെ ശില്പം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ രാജേഷ്. ന്യൂസ് 18 ഇടുക്കി. മുക്കം ഇരുവഴിഞ്ഞിപ്പുഴയിൽ കയാക്കിംഗ് റൈഡ് ആരംഭിച്ചു. ജലകായിക വിനോദങ്ങളെ ജനകീയമാക്കാൻ രൂപീകരിച്ച ക്ലബ് റിവേക്കയുടെ ആഭിമുഖ്യത്തിലാണ് കാരശ്ശേരി പഞ്ചായത്തിലെ ചോണാട് കടവിൽ കയാക്കിംഗ് ആരംഭിച്ചത്. ലോകത്തെ ഏറ്റവും ജനപ്രിയമായ ജലകായിക വിനോദ പരിപാടികളിൽ ഒന്നായ കയാക്കിംഗ് ആണ് മുക്കം ഇരുവഴിഞ്ഞിയിൽ തുടക്കമായത്. ജലകായിക വിനോദങ്ങളെ ജനകീയമാക്കാൻ രൂപീകരിച്ച ക്ലബ്ബ് റിബേക്കയുടെ ആഭിമുഖ്യത്തിലാണ് മുക്കത്ത് ഇരുവഴിഞ്ഞിയിൽ കയാക്കിംഗ് ആരംഭിച്ചത്. രാവിലെ 6 മണി മുതലും വൈകിട്ട് 4 മണിക്കുമാണ് റൈഡ് ആരംഭിക്കുക. നമ്മൾ 2 ടൈപ്പ് റൈഡാണുള്ളത്. ഒന്ന് സൺറൈസ് റൈഡും ഒന്ന് സൺസെറ്റ് റൈഡുമാണ്. സൺറൈസ് വരുന്നത് നമുക്കൊരു 6 മണി ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൺസെറ്റ് വരുന്നത് ഒരു 4 മണി 4:30 ആകുമ്പോഴാണ്. ഒരു 3 to 4 hours ഉള്ള റൈഡാണ് വരുന്നത്. കാരശ്ശേരി ചോണോട് പുഴയോരത്ത് നടന്ന ചടങ്ങിൽ തിരുമമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ്, കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിതയ്ക്ക് തുഴ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. നാടിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്താനും ജനങ്ങളെ പുഴയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനും പുഴ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനും ജലവിനോദ പരിപാടികൾ സഹായകരമാകുമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. ഒരു പ്രത്യേക അനുഭവം തന്നെയാണിത്. നമ്മൾ പലതവണയായിട്ട് ഇങ്ങനെ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് നമ്മുടെ ഈ മേഖലയിൽ ടൂറിസത്തിന് അനന്തമായ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നുണ്ടാണ്. ഉദ്ഘാടന ചടങ്ങിൽ കാരശ്ശേരി പഞ്ചായത്ത് വാർഡ് മെമ്പർ സത്യൻ മുണ്ടയിൽ, റഫീഖ് ചോണോട്, TM ജാഫർ, പോൾസൺ ഹാമിദ് അലി, ഉബൈസ് ചോണോട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. ജീവകാരുണ്യത്തിന്റെ പുതിയ ചരിത്രമായിരിക്കുകയാണ് മലപ്പുറം കൽപ്പകഞ്ചേരി വളവന്നൂരിലെ ബിരിയാണി ചലഞ്ച്. ഒറ്റ ദിവസം കൊണ്ട് 1 കോടി രൂപയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവിന് വേണ്ടി സമാഹരിച്ചത്. ആയിരക്കണക്കിന് പേരാണ് ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായത്. ഒറ്റ ദിവസം കൊണ്ട് 1 കോടി രൂപയാണ് ബിരിയാണി ചാലഞ്ചിലൂടെ ഈ കൂട്ടായ്മ സമാഹരിച്ചത്. 1 ലക്ഷം പേർക്കാണ് 500ഓളം വരുന്ന പാചകക്കാർ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ബിരിയാണി പാകം ചെയ്തത്. കൽപ്പകഞ്ചേരി വളവന്നൂരിലാണ് ഇത്രയധികം ചെമ്പുകളിൽ നിന്നും ജീവകാരുണ്യത്തിന്റെ ബിരിയാണി മണം പരന്നത്. 2000 വോളണ്ടിയർമാരാണ് ദിവസങ്ങളോളം നീണ്ട ബിരിയാണി ചാലഞ്ചിനായി നേതൃത്വം നൽകിയത്. സൗജന്യമായി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മളുടെ പാലിയേറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം കണ്ടതുകൊണ്ടും അത് അനുഭവിച്ചുകൊണ്ടുമായിരിക്കും ഇത്രയും സപ്പോർട്ട് നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും കിട്ടിയത്. ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. 6 വർഷമായി ജീവകാരുണ്യ രംഗത്ത് സജീവമായ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ആഭിമുഖ്യത്തിലാണ് ചാലഞ്ച് നടത്തിയത്. ബിരിയാണി ചാലഞ്ചുകൾ സജീവമാകുന്ന കാലത്ത് 1 ദിനം കൊണ്ട് 1 കോടി സമാഹരിച്ച നേട്ടമാണ് ഇവർക്കുള്ളത്. ന്യൂസ് 18 തിരൂർ. വിളവെടുപ്പിന് ഭാഗമായി കൊല്ലം തഴവ തൊടിയൂർ വട്ടക്കായൽ
പച്ചവിരിച്ച് ഏക്കറുകളോളം നീണ്ടുകിടക്കുന്ന വട്ടക്കായലിന്റെ മനോഹര കാഴ്ച കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി മാറുന്നു. ഓണാട്ടുകരയുടെ നെല്ലറകളിൽ പ്രധാനമായ പാടശേഖരമാണ് വട്ടക്കായൽ. 1000 ഏക്കറോളം വരുന്ന പാടശേഖരം വർഷങ്ങളോളം തരിശുകിടക്കുകയായിരുന്നു. 5 വർഷം മുൻപാണ് ഹരിതകേരളം പദ്ധതിയുടെ ഭാഗമായി ഇവിടെ കൃഷി ഇറക്കിയത്. സഹായവും പിന്തുണയുമായി തഴവ ഗ്രാമപഞ്ചായത്തും മുന്നിട്ടിറങ്ങി. ഇത് 5ാം തവണയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. 1000 ഏക്കറിലെ 325 ഏക്കറിലാണ് ഇപ്പോൾ കൃഷി നടക്കുന്നത്. 146 കർഷകരുടെ ഉടമസ്ഥതയിലാണ് വട്ടക്കായൽ. കുട്ടനാടൻ കർഷകനായ ശശിധരൻ പിള്ളയ്ക്ക് പാട്ടവ്യവസ്ഥയിൽ നൽകിയാണ് കൃഷി ചെയ്യുന്നത്. മണിരത്ന എന്ന ഇനത്തിൽപ്പെട്ട വിത്താണ് ഇത്തവണ വിതച്ചിരിക്കുന്നത്. 110 ദിവസം കൊണ്ട് വിളവ് കിട്ടുന്ന ഇനമാണിത്. ഇതുവരെയുള്ള കൃഷിയിൽ നിന്നായി 2000 ടണ്ണിലധികം നെല്ല് കിട്ടി. ഇത്തവണ 500 ടണ്ണിൽ കൂടുതൽ വിളവ് ലഭിക്കുമെന്നാണ് പാടശേഖര സമിതിയുടെ പ്രതീക്ഷ. നവംബർ മാസത്തിൽ വെള്ളം വറ്റിച്ച് ഡിസംബർ ആദ്യം കൃഷി ചെയ്തെങ്കിൽ മാത്രമേ വിളവ് പൂർണ്ണമായും കർഷകന് ലഭിക്കുന്ന ഒരു സംവിധാനം വരും. ഇല്ലെങ്കിൽ വീണ്ടും ഇടോപാധി പെയ്ത് ആ കൃഷി നശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഈ വർഷം ഞങ്ങൾ ചെയ്തിരിക്കുന്ന മനുരത്ന എന്ന് പറയുന്ന വിത്താണ്. 110 ദിവസമാണ് അതിൻ്റെ പ്രായപരിധി. അതുകൊണ്ട് ഏപ്രിൽ അവസാനത്തോടു കൂടി മാത്രമേ ഈ വർഷം കൊയ്യാൻ പറ്റുള്ളൂ. വെള്ളം വറ്റിക്കുന്നതിനാവശ്യമായ മോട്ടോറുകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ, ബണ്ടുകൾ ബലപ്പെടുത്തൽ, പള്ളിക്കലാറിന്റെ തടയണ പൂർണ്ണമായും പൊളിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് 18 കരുനാഗപ്പള്ളി. പത്തനംതിട്ട അടൂർ വടക്കേടത്തുകാവ് ഓട്ടിസം സെന്ററിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച പഠനയാത്ര കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാറി. സ്നേഹപ്പച്ച ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് പഠനയാത്രയൊരുക്കിയത്. രക്ഷിതാക്കളും അധ്യാപകരും യാത്രയുടെ ഭാഗമായി. അടച്ചിട്ട ക്ലാസ് മുറികളിലെ വിരസത അകറ്റാനും കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനുമാണ് അടൂർ വടക്കേടത്തുകാവ് ഓട്ടിസം സെന്ററിലെ കുട്ടികൾക്ക് പഠനയാത്ര സംഘടിപ്പിച്ചത്. സ്നേഹപ്പച്ച ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പഠനയാത്ര. യാത്രയുടെ ഫ്ലാഗ് ഓഫ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേങ്കോമാർ നിർവഹിച്ചു. തിരുവനന്തപുരം മൃഗശാലയിലെ കാഴ്ചകളും വേളി ടൂറിസ്റ്റ് വില്ലേജിലെ മിനിയേച്ചർ ട്രെയിൻ യാത്രയും കടലിന്റെ ഭംഗിയും കുട്ടികൾക്ക് അത്ഭുതവും കൗതുക കാഴ്ചകളുമായി. സാധാരണ കുട്ടികൾക്ക് ലഭ്യമാകുന്ന യാത്രകളും കാഴ്ചകളും മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പ്രത്യേക പഠനയാത്ര സംഘടിപ്പിച്ചത്. സ്നേഹപ്പച്ച ടീമിന്റെ അതോടൊപ്പം അതിന് പുറത്തുള്ളവരെ ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരോടും മറ്റ് സ്റ്റാഫിനോടും എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ഉൾപ്പെടെ 50 പേരടങ്ങുന്ന സംഘമാണ് പഠനയാത്രയുടെ ഭാഗമായത്. കുട്ടികൾക്കുള്ള ഭക്ഷണവും യാത്രാ സൗകര്യങ്ങളും സ്നേഹപ്പച്ച ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ക്രമീകരിച്ചിരുന്നത്. പുറം ലോകത്തെ കാഴ്ചകൾ കണ്ട് കുട്ടികൾ സന്തോഷിക്കുന്നത് രക്ഷിതാക്കളുടെയും മനസ്സ് നിറച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് വടകര ചെരണ്ടത്തൂരിൽ മതസൗഹാർദ്ദത്തിന്റെ നിറവിൽ ഒരു കല്യാണാഘോഷം. ഒറ്റപ്പിലാക്കുൽ ഗോപാലന്റെ മകളുടെ വിവാഹത്തിന് സദ്യ ഒരുക്കിയത് പ്രദേശത്തെ മഹല്ല് കമ്മിറ്റി. പ്രദേശത്തെ യുവാക്കളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയും സഹായവുമായെത്തി. പള്ളിയിൽ നിന്നുള്ള വാങ്കുവിളി കേൾക്കുമ്പോൾ ഗോപാലേട്ടൻ റേഡിയോയുടെ ശബ്ദം കുറച്ചുവെക്കും. മതപ്രഭാഷണത്തിന് ആദ്യത്തെ ചെറിയ തുക അദ്ദേഹത്തിൻ്റെതായിരിക്കും. അച്ഛന്റെ കാലം മുതലുള്ളതാണ് ചെരണ്ടത്തൂരിലെ ഒറ്റപ്പിലാക്കൽ ഗോപാലന്റെ വീടും നുസ്രത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയും തമ്മിലുള്ള ബന്ധം. ഗോപാലന് ഒരാവശ്യം വന്നപ്പോൾ തിരിച്ചു ഹൃദയം തുറന്ന് സഹായിക്കുകയാണ് മഹല്ല് കമ്മിറ്റി. ഗോപാലന്റെയും ശാന്തമ്മയുടെ മകൾ രമ്യയുടെ വിവാഹത്തിന് മഹല്ല് കമ്മിറ്റി വകയാണ് സദ്യ ഒരുക്കിയത്. മതത്തിനപ്പുറമുള്ള സൗഹൃദത്തിന്റെ വേരുകൾ പടർന്ന ചെരണ്ടത്തൂരിലെ കല്യാണ വിശേഷം നാടാകെ പരക്കുകയാണ്. ഗോപാലാട്ടിനെ കുറിച്ച് ഞങ്ങൾ പറയുകയാണെങ്കിൽ എപ്പോഴും സന്തോഷമാണ്. അയൽവാസിയാണ്, എന്തിനും സഹകരിക്കുന്ന, പള്ളിയിൽ ബാങ്കിൻ്റെ ടൈം വരെ ശ്രദ്ധിക്കുന്ന, അതിനൊക്കെ ആദരിക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് ഈ കുടുംബവും. ഞങ്ങളും ചെരണ്ടത്തൂർ തന്നെ പറയുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു മതമൈത്രി ഒന്നും നിലനിൽക്കണം, എല്ലാവർക്കും ഇതൊരു മാതൃകയാവട്ടെ എന്നാണ് പറയാനുള്ളത്. സാമ്പത്തിക പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ് ഗോപാലന്റേത്. കൃത്യമായി പലപ്പോഴും ജോലിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. വിവാഹ ചെലവിന്റെ ഒരു പങ്ക് മഹല്ല് കമ്മിറ്റി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഗോപാലനും ഭാര്യ ശാന്തമ്മയ്ക്കും ആകാശം മുട്ടെ സന്തോഷം. ഈ ജനങ്ങൾ തീർത്ഥം പറഞ്ഞ് അവർക്കൊരു കല്യാണം വേണം, അതിനെല്ലാം ഞാൾ സഹായിക്കും. എവിടെയാണെന്ന് വെച്ചാൽ ഒരു ചെറുക്കനെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കണം, അതിന് ഞാൾ സഹായിക്കും. അങ്ങനെ എന്നോട് സഹായിച്ചു. പള്ളിയിൽ മതപ്രഭാഷണം വെക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഫസ്റ്റിൽ എൻ്റെ സംഖ്യ നടത്തുക, മതപ്രഭാഷണം ചെയ്യും. അത് ഞാൻ ആവർത്തിച്ചാണ് ബാക്കി മതം പള്ളിയിലുള്ള ആൾക്കാർ സംഭാവന ചെയ്യണം. എൻ്റെതാണ് ആദ്യമാണ്. പള്ളിയുടെ സമീപത്ത് തന്നെയാണ് ഗോപാലന്റെ വീട്. ജുമാ നമസ്കാരത്തിനു ശേഷം മഹല്ല് കമ്മിറ്റി പ്രതിനിധികൾ
വീട്ടിലേക്ക് സദ്യവട്ടത്തിനുള്ള തിരക്കിൽ പങ്കുചേർന്നു. ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ സ്നേഹം തുളുമ്പുന്ന ഭാഷയിൽ വധൂവരന്മാർക്ക് ആശംസകൾ നേർന്നു. സദ്യയൊരുക്കി മഹല്ല് കമ്മിറ്റി മാതൃകയായപ്പോൾ പ്രദേശത്തെ ചെറുപ്പക്കാരുടെ വാട്സാപ്പ് കൂട്ടായ്മ വാടക സാധനങ്ങളുടെ ചെലവും ഏറ്റെടുത്തിരുന്നു. ന്യൂസ് 18 വടകര. ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിന് മാഹി പന്തക്കലിൽ ഒരു കൂട്ടം ചിത്രകാരികൾ ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. നിറക്കൂട്ട് 2022 എന്ന പേരിൽ 50 ചിത്രകാരികളുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിനൊരുക്കിയത്. ആശ്രയ വിമൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് കലാഗേഹം ആർട്ട് ഗാലറിയിൽ ചിത്രപ്രദർശനം ഒരുക്കിയത്. മാർച്ച് 13 ആരംഭിച്ച പ്രദർശനം ഇന്ന് സമാപിക്കും. ക്യാൻസർ ബാധിതർക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിന് ഒരുക്കിയ ചിത്രപ്രദർശനത്തിൽ ക്യാൻസറിനെ അതിജീവിച്ച ചിത്രകാരികളും പങ്കെടുത്തു. വനിതാ ശക്തിയുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ ആ കൂട്ടായ്മയുടെ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് നൽകുക എന്നൊരു ഉദ്ദേശം കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു ചിത്രകാരി, അവർക്ക് ലങ് ക്യാൻസറാണ്, അവരുടെ ഒരു സഹായനിധി, അവർക്ക് വേണ്ടിയുള്ള ഒരു സഹായനിധി കൂടെ ഈ ഒരു ചിത്ര പ്രദർശനം കൊണ്ട് ലക്ഷ്യം വെക്കുന്നു. ഒരുപാട് നല്ല ഇൻറ്റൻഷൻസ് ഉള്ള ഒരു സൊസൈറ്റിയാണ് ആശ്രയ വിമൻസ് വെൽഫെയർ സൊസൈറ്റി. അപ്പോൾ അവരുടെ പുതിയൊരു ആർട്ട് വിങ് ആണ് കലാഗേഹം. അപ്പോൾ കലാഗേഹത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ 50ഓളം ചിത്രകാരികളുടെ ചിത്ര പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചറെ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയതുകൊണ്ട് നമ്മളിപ്പോൾ അസുഖത്തിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ഞങ്ങൾ പണ്ട് നമ്മളെ ചെറുപ്പകാലത്ത് ഉള്ള അതേ എനർജി എല്ലാം കിട്ടി. വാട്ടർ കളർ, അക്രിലിക് പെയിന്റിംഗ്, ഗ്ലാസ് പെയിന്റിംഗ് എന്നീ വിഭാഗങ്ങളിലായി 150ലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് 18 കണ്ണൂർ. ഓഫ് റോഡ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേക ഓഫ് റോഡ് ട്രാക്ക് ഒരുക്കി തിരുവനന്തപുരത്തെ ജീപ്പേഴ്സ് ക്ലബ്ബ്. വിളപ്പിൽശാല കടമ്പു എസ്റ്റേറ്റിലാണ് ഓഫ് റോഡ് ട്രാക്കിലെ സാഹസിക യാത്ര. സാഹസിക യാത്രകളെ പ്രണയിക്കുന്നവർക്ക് തിരുവനന്തപുരത്ത് ഒരു ഓഫ് റോഡ് ട്രാക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. വെളുപ്പിശാലയിലെത്തിയാൽ ഈ ട്രാക്കിലെ കാഴ്ചകൾ കാണാം. വിളപ്പിശാല കടമ്പു എസ്റ്റേറ്റിലാണ് ഓഫ് റോഡ് സാഹസിക ഇവന്റ് നടത്തിയത്. പ്രത്യേകം തയ്യാറാക്കിയ 4 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ദുർഘടമായ പാത. പാതയിൽ നിറയെ വലിയ കുണ്ടും കുഴികളും. ഡ്രൈവിംഗ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഓഫ് റോഡ് ട്രാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. കുടുംബസമേതം ആസ്വദിക്കാവുന്ന തരത്തിലായിരുന്നു ജീപ്പേഴ്സ് ക്ലബിന്റെ പരിപാടി. ട്രിവാൻഡ്രത്ത് ഒരു ഓഫ് റോഡ് ട്രാക്ക് എന്ന് പറയുന്നത് ആദ്യമാണ്. ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരു സംഭവമില്ല. പൊതുവേ സെൻട്രൽ കേരള ആൻഡ് നോർത്ത് കേരളയാണ് ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് കോമ്പറ്റീഷൻസും അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങോട്ടാണ്. ഇങ്ങോട്ട് ഇങ്ങനെയില്ല. ട്രിവാൻഡ്രത്ത് ഓഫ് റോഡ് ട്രാക്ക് ഫസ്റ്റ് ചെയ്യുന്നത് ട്രിവാൻഡ്രം ജീപ്പേഴ്സാണ്. 4 വീൽ ഡ്രൈവ് വാഹനങ്ങളാണ് ട്രാക്കിൽ ഓടിക്കാനാകുന്നത്. വണ്ടി നേരത്തെ ഉപയോഗിക്കുന്നെങ്കിലും ഇത് റോഡിൽ ഓടിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് ട്രൈ ചെയ്തപ്പോൾ ഇതൊരു വളരെ എന്താ പറയുക, ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണത്. ട്രാക്ക് എക്സ്പീരിയൻസ് സൂപ്പറാണ്. നോർമലി നമ്മൾ ഇത്രയും വലിയൊരു ടെറൈൻ നമുക്ക് കിട്ടാറില്ല. പല ഡിഫറെന്റ് ടെറൈൻ ഉണ്ട് ഇവിടെ. അപ്പൊ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുമ്പം ഇപ്പൊ ഇങ്ങനത്തെ ഒരു വണ്ടി കൊണ്ട് നടന്നിട്ട് നമുക്ക് നോർമലി ഹൈവേയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം എത്രത്തോളം ഹഡിൽസും എത്രത്തോളം ബുദ്ധിമുട്ടൊക്കെ ഉള്ള റോഡിൽ കൂടെ എങ്ങനെ പോകാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്ലബ് അംഗങ്ങൾക്ക് പുറമെ 4x4 വാഹനങ്ങളുള്ളവർക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും പങ്കെടുക്കുവാൻ അവസരം നൽകിയിരുന്നു.
ഓഫ് റോഡ് സാഹസികത കൂടുതൽ പേർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലബ്ബ് സ്വന്തമായി ട്രാക്ക് ഒരുക്കിയത്. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. എല്ലാ വീട്ടിലും റേഡിയോ എന്ന പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് വാർഡ്. എന്റെ ആകാശവാണി എന്ന പദ്ധതിയിലൂടെ 30 വീടുകളിൽ ആദ്യഘട്ടത്തിൽ റേഡിയോ നൽകും. പുതിയ തലമുറയെ റേഡിയോ ശ്രോതാക്കളാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഒരു കാലത്ത് ചൂട് ചായയ്ക്കൊപ്പം അന്നത്തെ വർത്തമാനങ്ങൾ മലയാളികളിലേക്ക് എത്തിയത് റേഡിയോയിലൂടെയാണ്. കാലത്തിന്റെ കുത്തൊഴുക്കിന് ആധുനികത വേഗം കൂട്ടിയപ്പോൾ നമുക്ക് നഷ്ടമായതിലൊന്നാണ് ഈ യന്ത്രവും അതിലെ പരിപാടികളും. റേഡിയോ പലർക്കും ഇന്ന് ഗൃഹാതുരമായ ഓർമ്മ മാത്രമാണ്. അതിലേക്കുള്ള തിരിച്ചുപോക്കിനാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആനയാംകുന്ന് 11ാം വാർഡ് മെമ്പർ സുനിത രാജൻ നേതൃത്വം നൽകുന്നത്. 30 വീട്ടുകാർക്കാണ് നമ്മൾ റേഡിയോ കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അടുത്ത റേഡിയോ കൊടുക്കണ പരിപാടി തുടങ്ങുന്നതായിരിക്കും. വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 10 പരിപാടികളിലെ 3ാമത്തേതാണ് വിവിധ വീടുകളിൽ റേഡിയോ നൽകുന്ന എന്റെ ആകാശവാണി എന്ന പദ്ധതി. വഴിവിളക്ക് എന്ന പേരിൽ തെരുവിളക്ക് സ്ഥാപിക്കുന്ന പദ്ധതിയും റോഡ് സുരക്ഷയ്ക്കായി വളവുകളിൽ റോഡ് സേഫ്റ്റി മിറർ സ്ഥാപിക്കുന്ന പദ്ധതിയും ഇതിനോടകം നടപ്പാക്കി കഴിഞ്ഞു. 1400 രൂപ വിലയുള്ള റേഡിയോയാണ് 30ഓളം വീടുകളിൽ നൽകുക. എൻ്റെ ആകാശവാണി എന്ന റേഡിയോ വിതരണ പദ്ധതിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രാമത്തെ പഴയ കാലത്തെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. റേഡിയോ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രായമുള്ളവർക്കും കിടപ്പ് രോഗികൾക്കുമാണ് മുൻഗണന നൽകുന്നതെങ്കിലും പുതിയ തലമുറയെ റേഡിയോയുടെ ശ്രോതാക്കളാക്കുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ട്. ഈ 26-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ റേഡിയോയുടെ വിതരണോദ്ഘാടനം വാർഡംഗം സുനിത രാജൻ നിർവഹിക്കും. ന്യൂസ് 18 കാരശ്ശേരി. അല്ലു അർജുൻ നായകനായ പുഷ്പയിലെ ഹിറ്റ് ഗാനം ക്ലാസ്സിൽ ഒരുമിച്ച് പാടി താരമായിരിക്കുകയാണ് മലപ്പുറത്തെ വിദ്യാർത്ഥികളും അധ്യാപികയും. മലപ്പുറം തുറക്കൽ HMSA UP സ്കൂളിലെ കുട്ടികളാണ് ക്ലാസ്സിനിടെ ശ്രീവല്ലി ഗാനം പാടിയത്. അധ്യാപികയായ സുമയ്യ സുമം വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെ നിരവധി പേരാണ് അഭിനന്ദനവുമായി എത്തുന്നത്. തുറയ്ക്കൽ HMSA UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ശ്രീവള്ളി ഗാനവുമായി സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത്. ഇതിന് പിന്നിൽ അധ്യാപികയായ സുമയ്യ സുമവുമുണ്ട്. ക്ലാസ്സിനിടെ വിദ്യാർത്ഥികൾ പറഞ്ഞ പോയിന്റുകൾ ബോർഡിൽ എഴുതുന്നതിനിടെയാണ് മിൻഹാൻ എന്ന വിദ്യാർത്ഥിയുടെ മൂളിപ്പാട്ട് കേട്ടത്. ആരാണ് പാടിയതെന്ന് അന്വേഷിച്ചപ്പോൾ ടീച്ചറെ, കലാവാസനയുള്ള വിദ്യാർത്ഥികളെ തളർത്തരുതെന്ന രസകരമായ മറുപടിയാണ് മറ്റു കുട്ടികളിൽ നിന്ന് ലഭിച്ചത്. ഇതോടെയാണ് സുമയ്യ എല്ലാവർക്കുമായി പാടാൻ അവസരം നൽകിയത്. പിന്നെ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് പുഷ്പയിലെ ശ്രീവള്ളി എന്ന ഗാനം കുട്ടികൾ പാടിയത്. ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പാടാൻ അവസരം തരാം, നിങ്ങൾ എഴുതിയെടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞാൽ അങ്ങനെ കലാവാസന നശിപ്പിക്കരുത് ടീച്ചറെ എന്ന് പറഞ്ഞു തമാശ രൂപേണ ഞാനും മക്കളും അത് തമാശ രൂപേണ എടുത്തു. അപ്പം ഞാൻ അവർക്ക് എന്നാൽ നിങ്ങൾ പാടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പെർമിഷൻ കൊടുത്തു. അങ്ങനെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ശ്രീവല്ലി ഗാനം ഉണ്ടാകുന്നത്. രസകരമായ സംഭവങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുള്ള സുമയ്യ കുട്ടികളുടെ ഗാനവും പങ്കുവച്ചതോടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് വീഡിയോ തരംഗമായി അത് മാറി. അഭിനന്ദനവുമായി നിരവധി പേരാണ് എത്തുന്നത്. ചിലയിടങ്ങളിൽ നിന്ന് പാട്ടിന് വിമർശനവും കേൾക്കേണ്ടി വന്നെങ്കിലും കുട്ടികൾക്ക് സന്തോഷം പകരാനായതിന്റെ സംതൃപ്തിയിലാണ് ഈ അധ്യാപിക. ന്യൂസ് 18 തിരൂർ. സഹോദരന്റെ സ്മരണയ്ക്കായി സ്കൂളിൽ ഹൈടെക് ലൈബ്രറി നിർമ്മിച്ച് പൂർവ്വ അധ്യാപിക സൈനബ ടീച്ചർ. മലപ്പുറം ചെറുവട്ടൂർ MIAM UP സ്കൂളിലേക്ക് വേണ്ടിയാണ് ലൈബ്രറി നിർമ്മിച്ചത്. 10 ലക്ഷം രൂപ ചെലവിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ളതാണ് ലൈബ്രറി.
വർഷങ്ങളോളം പഠിപ്പിച്ച സ്കൂളിൽ നിന്നും പടിയിറങ്ങുമ്പോൾ സഹോദരന്റെ സ്മരണയ്ക്കായി ലൈബ്രറി എന്ന ആശയമാണ് സൈനബ ടീച്ചറുടെ മനസ്സിൽ ഉയർന്നത്. ചെറുവട്ടൂർ MIAM UP സ്കൂളിലാണ് 10 ലക്ഷം രൂപ ചെലവിൽ ജനകീയ ഹൈടെക് ലൈബ്രറി കെട്ടിടം പണിതത്. 2019 MP സൈനബ ടീച്ചർ ചെറുവട്ടൂർ സ്കൂളിൽ നിന്നും വിരമിച്ചത്. വിരമിക്കുമ്പോൾ സ്കൂളിനു വേണ്ടി എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന എന്തെങ്കിലും സംഭാവന നൽകണമെന്ന ആഗ്രഹത്തിലായിരുന്നു ടീച്ചർ. അങ്ങനെയാണ് അകാലത്തിൽ മരിച്ച തന്റെ സഹോദരനും പരിസ്ഥിതി പ്രവർത്തകനുമായ MP അബ്ദുള്ളയുടെ സ്മരണയ്ക്ക് ലൈബ്രറി നിർമ്മിച്ചത്. വായനയെ ഏറെ ഇഷ്ടപ്പെടുന്ന, പുസ്തകങ്ങളെ ഏറെ പ്രണയിച്ച, അധ്യാപകരെയും അധ്യാപന ജീവിതത്തെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന, ആദരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ. എനിക്ക് പിതൃതുല്യം എൻ്റെ 3 ജ്യേഷ്ഠന്മാരിൽ ഒരാളായ അദ്ദേഹം പെട്ടെന്ന് അകാല മരണം വരിച്ചപ്പോൾ അതെനിക്ക് വല്ലാത്ത ഒരു താങ്ങാൻ പറ്റാത്ത ഒരു സംഭവമായി മാറി. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച ആ ഒരു പ്രോജക്റ്റ് നേരെ സ്കൂളിൽ എന്തുകൊണ്ടും ആവശ്യമുള്ള ഒരു ലൈബ്രറി കെട്ടിടം നിർമ്മിച്ചു നൽകുകയായിരുന്നു. 1 ലക്ഷം രൂപയ്ക്കുള്ള പുസ്തകങ്ങൾ മുസ്ലിയാരകത്ത് കുടുംബമാണ് ലൈബ്രറിക്ക് നൽകിയത്. പ്രമുഖ സാഹിത്യകാരനായ സുഭാഷ് ചന്ദ്രനാണ് ലൈബ്രറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. MP അബ്ദുള്ളയുടെ നാമധേയത്തിൽ പണിത ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടത്തിൽ 100 കണക്കിന് പുസ്തക ശേഖരമുണ്ട്. വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 ചെറുവത്തൂർ. ഭാരതരത്നം നേടിയവരുടെ പേരും വർഷവും പെൻസിലിൽ കൊത്തിയെടുത്ത് വിസ്മയം തീർക്കുകയാണ് മലപ്പുറം ഊർങ്ങാട്ടിരി സ്വദേശി ആദർശ്. 14 മണിക്കൂർ കൊണ്ട് തീർത്ത പെൻസിൽ മൈക്രോ ആർട്ട് ഇതിനകം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്. രാജ്യത്തെ 1954 ആദ്യ ഭാരത് രത്ന അവാർഡ് നേടിയ CR രാജഗോപാലാചാരി മുതൽ ഭൂപൻ ഹസാരിക വരെയുള്ള 48 ഭാരത് രത്ന അവാർഡ് ജേതാക്കളുടെ പേരും വർഷവുമാണ് ഈ കലാകാരൻ പെൻസിലിൽ കൊത്തിയെടുത്തത്. 14 മണിക്കൂറാണ് ഇത് പൂർത്തിയാക്കാൻ ചെലവഴിച്ചത്. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കലാസൃഷ്ടി രൂപപ്പെടുത്തിയത്. കോവിഡ് എത്തിയതോടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് കുടുംബത്തിന്റെ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ആദർശ് പെൻസിൽ മൈക്രോ ആർട്ടിലേക്ക് തിരിഞ്ഞത്. സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ടാണ് ചെയ്യുക. സർജിക്കൽ ബ്ലേഡ് നൈഫൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. ഒരു ശ്രദ്ധിക്കാൻ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ക്ഷമയും വേണം. ക്ഷമയുണ്ടെങ്കിലേ നടക്കുള്ളൂ, ക്ഷമയില്ലാതെ നടക്കൂല. പെൻസിൽ മൈക്രോ ആർട്ട് ക്ലിക്കായതോടെ വിവാഹം, വിവാഹ വാർഷികം, പിറന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് സമ്മാനമായി പെൻസിലാർട്ട് നൽകാൻ നിരവധി പേരാണ് ആദർശിനെ സമീപിക്കുന്നത്. നിലവിൽ വീടിന്റെ ഡിസൈൻ ജോലിയാണ് ചെയ്യുന്നത്. അതിനു പുറമെ ഒഴിവ് വരുന്ന സമയമാണ് പെൻസിലാർട്ടിനു വേണ്ടി ചെലവഴിക്കുന്നത്. ന്യൂസ് 18 ഊർങ്ങാട്ടിരി. നാട്ടിൻപുറം അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.